ഹരി ഓം. കൽക്കിരുവികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പെട്ട പ്രണാമം. ഞാനിപ്പോൾ ഉള്ളത് പനവേലിലെ നമ്മുടെ ഫ്ലാറ്റിലാണ്. ഇതൊരു 1 BHK ആണ്. 1 ബെഡ്റൂം ഹോൾ കിച്ചണാണ്. ഇത് വാങ്ങിച്ചത് 2019 താമസിക്കാൻ ഇവിടെ 6 മാസം ഞങ്ങൾ താമസിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കൊറോണയുടെയൊക്കെ പ്രശ്നമായി ഇവിടെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ജീവിതം വളരെ ദുസ്സഹമായപ്പോൾ എല്ലാവരും കൂടെ വീണ്ടും ബോംബെയിലേക്ക് പോയി അവിടെ വാടക വീടെടുത്ത് താമസിക്കുമായിരുന്നു. ഇപ്പോഴും വാടക വീട്ടിലാണ് ചേട്ടനും മക്കളും താമസിക്കുന്നത്. ഞാൻ ജോലി തേടി പല വീടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അപ്പം ഞാനിവിടെ ഇന്നലെ 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഞാനിവിടെ വന്ന് 3.5 മണിക്കൂർ എടുത്തു. 6:30 ആയപ്പോഴാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേന് 4 മാസത്തിൽ കൂടുതലായി ഞാനിവിടെ വന്നിട്ട് വീടെല്ലാം പെട്ടെന്ന് ഞാൻ തൂത്ത് ഉടച്ച് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി ഞാൻ വീട് കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെയാണ് ഇവിടെ വന്ന് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനെന്നും ഒരു യോഗിയായിട്ട് വർഷം 18 കഴിഞ്ഞ് ഞാനൊരു വിഷ്ണു ഭക്തൻ എന്ന് പറഞ്ഞാൽ നാരായണ ഭക്തൻ മാത്രമല്ല, ഒരു വിഷ്ണു യോഗിയും കൂടിയാണ്. യോഗി എന്നാൽ എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. കഴിഞ്ഞ 18 വർഷമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. എന്നാലും ഞാൻ ഇനിയും വീഡിയോ ഒക്കെ ഇടുന്നതാണ് പതുക്കെ. അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് വീഡിയോ ഒക്കെ ഇട്ടത് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അതിനുശേഷം പിന്നെ കുളി, ജപം ഇതൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ ഉടനെ ഒരു ഭക്തന് ഏറ്റവും ആവശ്യം ശുദ്ധിയാണ്. ശുദ്ധിയില്ലാതെ ഭക്തി പൂർണ്ണമാകത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് തറയൊക്കെ തുടച്ചു. ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ കിട്ടുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ റൂമൊക്കെ തുടച്ചു. റൂമെന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ ഹോളാണ്. നമ്മുടെ വീട് കണ്ടാൽ അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പത്തികമൊക്കെ ഞാൻ 50 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് സാമ്പത്തികമൊന്നും ഭഗവാൻ തരത്തില്ല. ആവശ്യം മാത്രം നടക്കും, ആവശ്യത്തിനുള്ളത് മാത്രമേ തരുള്ളൂ. ഇതാണ് നമ്മുടെ ബെഡ്, ഒരു സിംഗിൾ ബെഡാണ്. പിന്നെ ഇത് റൂമിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ എണീറ്റ് തുടച്ചു. പിന്നെ വിളക്ക് കൊളുത്തി. വിളക്കിപ്പോഴും ഇരുന്ന് കത്തുന്നുണ്ട്, കാണാമെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള നാരായണനെ അല്ലാതെ ഞാൻ ആരാധിക്കുന്നത് 4 പേരെയാണ്. ഒന്ന് ആദ്യ പ്രിഫറൻസ് അമ്മ തന്നെയാണ്. എങ്കിലും എനിക്കതിലും ഇഷ്ടം എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അവരാണ് എൻ്റെ കാണപ്പെട്ട ദൈവങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ. പിന്നെ എനിക്ക് ആത്മജ്ഞാനം പകർന്നു തന്ന എൻ്റെ ഗുരു മാതാ അമൃതാനന്ദമയി അമ്മ. എനിക്ക് 13 ഗുരുക്കന്മാരാണുള്ളത്. പക്ഷേങ്കിൽ ആത്മജ്ഞാനം പകർന്നു കിട്ടിയത് അമൃതാനന്ദമയി അമ്മയിൽ നിന്നാണ്. അമ്മ പറയും, മക്കളെ, നമ്മൾ ഈശ്വരനെ തേടി എങ്ങും പോകേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഭഗവാൻ. നമ്മളും ഭഗവാനും ഒന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അമ്മയ്ക്ക് എന്നെ വട്ടാണോ? നമ്മളെന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭഗവാനെന്ന് പറയുന്നത് അമ്പലത്തിലും പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ അല്ലേ ഇരിക്കുന്നത്. ഗുരുവായൂരോ അങ്ങനെ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ശബരിമല എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നതൊന്നും എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ക്രമേണ 2004 ആയപ്പോഴത്തേക്കും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. കാരണം അനുഭവങ്ങൾ വരണമല്ലോ. നമ്മളൊരു കാര്യം പറയണമെങ്കിൽ നമുക്ക് അനുഭവം ഇല്ലാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും 100% സത്യമേ ഞാൻ പറയുള്ളൂ. പിന്നെ പറയാത്ത സത്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ, അപ്രിയമായ സത്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്ത് പറഞ്ഞാലും ഉറപ്പുള്ളതും 100% എന്താ പറയുന്നത്, വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ മാത്രമേ എന്നെ ഇതുവരെ ഭഗവാൻ പറയാൻ അനുവദിച്ചിട്ടുള്ളൂ. അപ്പം വിളക്ക് കൊളുത്തി ചന്ദനത്തിരിയൊക്കെ കത്തിച്ചാണ്. ചന്ദനത്തിരിയൊക്കെ എല്ലാം തീർന്നു. അപ്പം ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ട, രാവിലെ എണീറ്റ ഉടനെ എന്താ കഴിക്കുന്നത്, രാവിലെ ബെഡ് കോഫി കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാക്കുന്നത്, രാവിലെ നാസ്തയ്ക്ക് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ഉച്ചയ്ക്ക് എന്താണ്, ഈ തീറ്റ മാത്രമേ ചിന്തിക്കുക. തീറ്റയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കുക, ജപിക്കുക, പിന്നെ അതുപോലെ പിന്നെ അതിനുശേഷം വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. ഞാൻ ഇതുവരെ ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ ആദ്യം എണീറ്റ ഉടനെ തറയത് ഭൂമിദേവിയെ തൊട്ടിട്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വതേ ഹരിപ്രിയേ നമസ്തുഭ്യം ശംഖചക്രേണ മേദിനി അനേകരത്ന സംഭൂതേ ഭൂമിദേവി നമസ്തേ. ഭൂമിദേവി ആണ് നമ്മുടെ എല്ലാവരുടെയും അമ്മ. നമ്മുടെ മരിച്ചുപോയ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിമാരും എല്ലാവരും ഉറങ്ങുന്ന മണ്ണാണ്. അപ്പോൾ ഭൂമിയെ വന്നിച്ചിട്ട് തന്നെ വേണം ഒരു ഭക്തൻ എണീക്കാൻ. ഇതാ പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ ബാൽക്കണിയാണ്, ഒരു ചെറിയ ബാൽക്കണി. ഇതെല്ലാം വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു. മണ്ണും ഒരു 2 ഇഞ്ച് കനത്തിൽ മണ്ണൊക്കെ ആയിരുന്നു. ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി. പെട്ടെന്ന് ഞാൻ കാണിക്കാൻ സമയം ഒത്തിരി പോകുന്നു. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ബാത്റൂമുണ്ട്, അടച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കൊച്ചടുക്കളയാണ്. നമ്മുടെ അടുക്കളയൊക്കെ കണ്ടാൽ അറിയാമല്ലോ എങ്ങനെയാണ് നമ്മുടെ ജീവിതമെന്ന്. അടുക്കളയാണ്. പിന്നെ ഞാൻ ഇന്നലെ വന്നിട്ട് ഏത്തക്ക പുഴുങ്ങി, 2 മുട്ട പുഴുങ്ങി. ഞാൻ ഒരു അസുരവംശത്തിൽ ജനിച്ചതാണല്ലോ, അതുകൊണ്ട് അസുര സ്വഭാവം, 3 കാര്യത്തിൽ അസുര സ്വഭാവം എനിക്കുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് മാംസഭക്ഷണം കഴിക്കും. അതായത് മീൻ കഴിക്കും, മുട്ട കഴിക്കും, ചിക്കനൊക്കെ കഴിക്കുമായിരുന്നു. അതിപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. മറ്റേ ബീഫൊന്നും കഴിക്കത്തില്ല. കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത്
അതെല്ലാം അന്നേ നിർത്തി കളഞ്ഞു. ഇതിൻ്റെയൊക്കെ രുചി അറിയണ്ടേ, എല്ലാം ഒന്നും അറിയണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, പുതിയതാണ്, ഒരു തവണ ഉപയോഗിച്ചുള്ളൂ, അത് കേടായിട്ടിരിക്കുകയാണ്. ഇവിടെ ആരും താമസിക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ. ഇവിടെ സിങ്ക്, പിന്നെ ഇവിടെ നമ്മുടെ സാധനങ്ങൾ അത്യാവശ്യമൊക്കെ ഇവിടെ വെക്കുന്ന ഒക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ. പിന്നെ നമ്മുടെ ബെഡ്റൂം എന്ന് പറയാൻ ഇവിടെ ബെഡ്റൂമിലൊന്നും ആരും കിടപ്പില്ല. ഇവിടെ ആകെ ഉള്ളതൊരു വാർഡ്രോബാണ്. ഇത് ഞാൻ ഈ വീട് വാങ്ങിയപ്പം വേറൊരാളോട് പഴയ വിലയ്ക്ക് വാങ്ങിച്ചു, നമുക്ക് സെക്കൻഡ് ഹാൻഡ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് ഒരു വാർഡ്രോബാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ എളുപ്പമായി. എല്ലാ സാധനം വീട്ടിലുള്ള സകല വേണ്ടാത്തതും വേണ്ടുന്നതെല്ലാം ഇതിനകത്ത് ഇരുന്നോളും. പിന്നെ ഈ റൂമിന് ഒരു ബാൽക്കണി ഉണ്ട്. ഇത് ബെഡ്റൂമിന് ബാൽക്കണി ഉണ്ട്, കാണാമോ എന്തോ. ഇവിടെ നല്ല ചെറിയ ബാൽക്കണി, 2 അടി കഷ്ടിച്ചേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിലത്തെ ഫ്ലാറ്റുകളാണ്. ഇവിടെ മൊത്തം 100 ഫ്ലാറ്റുണ്ട്. അതിൽ 50 താമസ യോഗ്യമല്ല, ആൾക്കാർ താമസിക്കുന്നില്ല. കാരണം ഇത് പനവേലിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളിലാണ്. ഇവിടെ വന്നെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത് കാരണം ഇവിടെ വീടൊന്നും ഇത് വിൽക്കാൻ പോലും ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ഞാനിത് എങ്ങനെയും ഒന്ന് വിറ്റ് കളയണമെന്ന് വിചാരിച്ചാൽ അത് ആരും വാങ്ങുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ മെഷീൻ, തയ്യൽ മെഷീൻ. അടച്ചു വെച്ചിരിക്കുകയാണ്. അത് ഈ റൂമിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സാധനങ്ങൾ വേറെ ഒന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇതാണ് ഈ വീടിന് ഞാൻ 20 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. എല്ലാം കൂടി ഇപ്പോൾ എനിക്ക് 25 ലക്ഷം രൂപ ചിലവുണ്ട്. കടവും പലിശ എല്ലാം കൊടുത്തും സ്വർണ്ണപ്പണയം അതും ഇതും എല്ലാം വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് 1 രൂപ പോലും അയ്യപ്പൻ ചേട്ടൻ്റെ ഇല്ല. ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പിന്നെ ഞാൻ വീട്ടിൽ നിന്നെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് വന്ന ഒരാളാണ്. എൻ്റെ ബാക്കി എൻ്റെ സ്വന്തം കുടുംബസ്വത്തിൻ്റെ ഒരു 30,000 രൂപ ഉണ്ടായിരുന്നു 1988. അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു. പിന്നെ ഞാൻ സൗദിയിൽ പോയി ഒരു ഇച്ചിരി 10-25,000 രൂപ ഉണ്ടാക്കി. അതെല്ലാം കൂടെ ചേർത്ത് 65,000 രൂപയ്ക്ക് ഗോറിഗാവിലൊരു ചോപ്പടപ്പട്ടി എന്ന് പറഞ്ഞാൽ അറിയാമോ, ചേരിയാണ് വാങ്ങിയത്. ആ ചേരിയിൽ 25 വർഷത്തോളം താമസിച്ചു. അവിടെ നിന്ന് ചേരി താമസിച്ചു. അവിടെ നിന്നാണ് ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തത്. പക്ഷേങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കും. എല്ലാ ടീച്ചർമാരെ ഫ്ലാറ്റിൽ താമസിച്ച ശീലം മാത്രം എന്താണ് ഇങ്ങനെ, ശീല ടീച്ചർ മാത്രം എന്താ ചോപ്പടപ്പട്ടി താമസിക്കുന്നത്, അങ്ങനെ എന്നെ എല്ലാവരും കളിയാക്കുമെന്ന്. അതുകൊണ്ടൊന്നുമല്ല, പിന്നീട് 1-2 സംഭവങ്ങൾ കാരണം ഞാനത് വിറ്റതാണ്. അല്ലേ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് മാറത്തില്ലായിരുന്നു. അവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നതാണ്. അല്ലാതെ ഞാനാരും പറഞ്ഞിട്ട് പോകുന്നതല്ല. ഇത് ഞാൻ താമസിക്കുന്ന ഇപ്പോൾ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന 45ാമത്തെ വീടാണ്. ഇപ്പം ഞാൻ അമ്മയുടെ വീടൊക്കെ താമസിക്കുന്നത് എൻ്റെ 52ാമത്തെ വീടാണ്. അപ്പം ഞാൻ എത്ര സ്ഥലത്ത് മാറി മാറി താമസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഇപ്പോൾ ഷീലാകുമാരി അയ്യപ്പൻ്റെ ജീവചരിത്രം ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. ഷീലായനം ദ ജേർണി ആൻഡ് ബയോഗ്രഫി ഓഫ് ഷീല അയ്യപ്പന്. അതിനകത്ത് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് 300 എപ്പിസോഡല്ല 3000 എപ്പിസോഡിൽ പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല. അതൊക്കെ നമുക്ക് വിട്ടുകളയാം. അത് അറിയേണ്ട സമയമാകുമ്പോൾ അറിയേണ്ടവർ അറിഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരു മെഷീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒന്നാമത്തെ മെഷീനൊന്നുമല്ല, കുറേ മെഷീൻ ഞാൻ വാങ്ങിച്ചു. 5 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ മെഷീനിൽ കയറിയാണ് തയ്ക്കുവാനാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ അമ്മയ്ക്ക് തയ്യലറിയാം. തയ്യൽ പരീക്ഷയൊക്കെ പാസ്സായ ആളാണ്. തയ്യൽ ടീച്ചറായിട്ട് ജോലിയും കിട്ടിയതാണ്. പക്ഷേ അമ്മ അതൊക്കെ കളഞ്ഞതാണ്. അപ്പം അമ്മയ്ക്ക് മെഷീൻ വാങ്ങിച്ചത് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ്. അന്നേരം തൊട്ട് ഞാൻ മെഷീൻ എൻ്റെ കാലെത്തത്തില്ലെങ്കിൽ അതിൻ്റെ ചവിട്ടുപടിയിൽ ഞാൻ ചവിട്ടി ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കിനും 6-7 വയസ്സൊക്കെ ആയപ്പോഴത്തേനും അമ്മ വെട്ടുന്നതും തയ്ക്കുന്നതൊക്കെ കണ്ട് ഞാൻ അത്യാവശ്യം തയ്ക്കാൻ പഠിച്ചു. 10 വയസ്സായപ്പോഴത്തേൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ സ്വയം തയ്ച്ച് 11-12 വയസ്സായപ്പോഴത്തേൻ്റെ നാട്ടുകാർക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ യൂണിഫോമൊക്കെ തയ്ച്ചു കൊടുത്ത് ഞാൻ അതിൽ നിന്ന് ചെറിയ വരുമാനമൊക്കെ നേടി. ഈ പൈസയൊക്കെ എനിക്ക് വേണമെന്ന് എൻ്റെ നമ്മുടെ വീട്ടിൽ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല, വീട്ടിലൊക്കെ ആവശ്യത്തിനുള്ള ഇഷ്ടംപോലെ പൈസയെല്ലാം ഉള്ള വീടുകളാണ്. പക്ഷേ എനിക്ക് സിനിമ കാണണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പത്തിൽ. അങ്ങനെ സിനിമ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ആരും കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഞാൻ തന്നെ സിനിമയ്ക്ക് പോകും. അങ്ങനെ ഇപ്പോൾ രണ്ടാനച്ഛൻ്റെ കൂടെയാണ് കുറേ കാലം വളർന്നത്. തിരിച്ചു വരുമ്പം രണ്ടാനച്ഛൻ ചൂഴലും കൊണ്ടിരിക്കും. എന്നെ അടിച്ചടിച്ച് ഒരു പരുവാക്കും. എന്നോട് ചോദിക്കും, നീ സിനിമയ്ക്ക് പോകും. ഞാൻ പറഞ്ഞു ഞാൻ പോകുമെന്ന് പറയും. അങ്ങനെ ഒരുപാട് സിനിമ കണ്ടു. അതെല്ലാം ചെറുപ്പത്തിൽ കണ്ടെല്ലാം ഭക്തി സിനിമയായിരുന്നു. അതായത് പിന്നെ സത്യവാൻ സാവിത്രി, അംബാംബി, അംബാലിക, ചോറ്റാനിക്കര അമ്മ, ശ്രീമുരുകന്, സ്വാമി അയ്യപ്പൻ 3-4 തവണ തിയേറ്ററിൽ പോയി കണ്ട്. പിന്നെ കുചേലെ ഭക്തപ്രഹ്ലാദിയൊക്കെയാണ് ആദ്യം കണ്ടത്. പിന്നെ കുമാരസംഭവം, ശ്രീ ഗുരുവായൂരപ്പൻ, ഇങ്ങനെയുള്ള സിനിമയോടായിരുന്നു ഭ്രാന്ത്. പിന്നെ കോളേജിൽ 15ാമത്തെ വയസ്സ് കോളേജിലെത്തി കഴിഞ്ഞപ്പം തൊട്ട് പിന്നെ പ്രണയത്തിലേക്കായി. പ്രണയ കഥകൾ കാണുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ സിനിമ കണ്ട സിനിമയുടെ റിസൾട്ടാണ് ഇന്ന് ഞാൻ ഈ പാട്ടുകളൊക്കെ. ഓക്കെ, അപ്പം തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.